അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ ആയി. അപ്പം ഓണമായിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചൊരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എല്ലാവർക്കും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു പച്ചരി പായസമാണ് ഞാൻ കാണിക്കുന്നത്. പച്ചരി പ്രഥമൻ, നമ്മൾ ദോശക്കൊക്കെ മാവ് അരക്കാൻ യൂസ് ചെയ്യുന്ന പച്ചരി. അത് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇത് കുതിർക്കണം എന്നില്ല, അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പച്ചരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ലോ ഫ്ലെയിമിൽ 3-4 വിസിൽ വന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് 2ാം പാലാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഇനി 1 കപ്പ് ശർക്കര പാനിയാക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം ഇതിപ്പോൾ ഞാൻ ഇനി ഒരു 1/2 കപ്പ് മധുരം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ മധുരമാണ്. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 2 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് തേങ്ങയുടെ 1ാം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു കപ്പ് സെയിം ഒരു കപ്പ് 1ാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ട് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റും. പായസം അറിയാത്തവർക്കും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു പായസമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടിയും സെർവ് ചെയ്യാം, തണുത്തായാലും കഴിക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചരി പ്രഥമൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം തസ്നി.